നമസ്കാരം. 3 മണി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സാമ്പത്തിക പ്രതിസന്ധി സഭയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനം. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടു. ചില്ലിട്ടുവയ്ക്കേണ്ട പ്രമേയമെന്ന കടകംപള്ളിയുടെ പരിഹാസം. കേന്ദ്രം ഏകപക്ഷീയമായി നികുതി വിഹിതം വെട്ടിക്കുറച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. എല്ലാ സംസ്ഥാനങ്ങളെയും അത് ബാധിച്ചെന്നും ധനമന്ത്രി. സംസ്ഥാനം 2 വർഷം കൊണ്ട് 4000 കോടിയോളം നികുതി ശേഖരിച്ചെന്നും മന്ത്രി നിയമസഭയിൽ. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത് അനാവശ്യ ധൂർത്തെന്ന് ചെന്നിത്തല. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ലെന്ന് കോടതി. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യം. ഇടുക്കി പൂപ്പാറയിൽ 14കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് ആജീവനാന്ത ജയിൽ. 3 പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. 6 പ്രതികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവർ. ഒരാളെ വെറുതെ വിട്ടു. PC ജോർജ് BJPയിലേക്ക്. ജനപക്ഷം സെക്യുലർ പാർട്ടി BJPയിൽ ലയിക്കാൻ നീക്കം. അന്തിമ ചർച്ചകൾക്കായി PC ജോർജ് ഡൽഹിയിലേക്ക്.